അതവിടെ വെച്ചേ. എന്താ അച്ചോ എന്താ കുരുമുളക് പൊടിച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് രസം വയ്ക്കാമെന്ന് വിചാരിച്ച് അതാ കുരുമുളക്, ജീരകം, രസം. അതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. കൂട്ടാൻ വെക്കുക കളയുക ഇതാണ് ഇപ്പോഴത്തെ ഹോബി. അനിയേട്ടന് ചുമ, കുട്ടികൾക്കും കൂട്ടാൻ വേണ്ട, അവരെന്തെങ്കിലും അത് കൂട്ടിയിട്ട് അവർ കഴിക്കും. ഈ ബാഗ് അവിടെ നിന്ന് എടുത്തേക്ക് വെച്ചു. ഇത് നമ്മുടെ മല്ലിയാണ് കേട്ടോ വേണ്ടത്. മല്ലിയില്ല, ഉണക്കമുളകും ഇല്ല. അത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടില്ലേ, കുറച്ച് മല്ലി എടുക്കട്ടെ. ജീരകമാണ് പൊടിയേണ്ടുള്ളൂ. എടുക്കട്ടെ. പാല് പോലെ കിടക്കുന്നുണ്ടോ? ഇതെന്താണെന്ന് മനസ്സിലായില്ലേ? വെളിച്ചെണ്ണ. ഇതൊരു സ്റ്റീലിൻ്റെ ഫ്ലാസ്കിലാക്കിയിട്ട് വെക്കണം. എന്നാൽ പിന്നെ നാളെ മുതൽ അങ്ങനെ ചെയ്യാറേ. അങ്ങനെ ചെയ്യണം വിചാരിക്കും. പിന്നെ ഇതാവും എത്രാമത്തെ കുപ്പിയാട്ടോ ഈ കുപ്പി ഇങ്ങനെ തണുത്തിട്ട് ഇതാവണത്. വേഗം കുപ്പി കേട് വന്ന് പോകും. കണ്ടോ വെണ്ണ പോലെ കിടക്കുന്നത്. നാളെ സ്കൂൾ തുറക്കുകയല്ലേ. ഇപ്രാവശ്യം സ്കൂൾ പൂട്ടുന്ന ആ സമയത്ത് നമ്മൾ ചിന്തിച്ചത് നമ്മുടെ വീടിൻ്റെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ അല്ലേ എന്ന് വിചാരിച്ചിട്ടില്ലേ, അങ്ങനെ നിന്നു. ഇനി നമ്മുടെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നാളെ മുതൽ സദാ സ്കൂളിൽ പോകും. ഇന്ന് പാലക്കാട് പോകണമെന്ന് പറയുന്നുണ്ട് കേട്ടോ മക്കൾ. ലുലുവിലേക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. പോകാൻ പറ്റുമെന്നൊന്നും അറിയില്ല ചേട്ടാ. അതെ, ഇപ്പോൾ എന്താ ഞാൻ ഈ PCODയുടെ മരുന്ന് ദിവസം കഴിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പം അതിൻ്റെ മരുന്ന് പറഞ്ഞാൽ അത് കുളിക്കുക ആദ്യം നിങ്ങൾ. അപ്പോൾ ആ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ എക്സസൈസ്, നല്ല രീതിയിൽ എക്സസൈസ് ചെയ്ത് തടി കുറയ്ക്കാൻ. ഇപ്പം എൻ്റെ തടി പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. തടി പോവുക പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ദിവസമായിട്ട് ഓട്ടപ്പാച്ചിലുകളും ഭക്ഷണം നേരെ കഴിക്കായും പിന്നെ ഈ മരുന്നും ഒക്കെ കഴിച്ചിട്ട് വയ്യാതെ ഈ സത്യം വന്ന. ഓ അപ്പോൾ ജിമ്മിന് പോയപ്പോൾ ഇന്നലെ കാലിന് കളിച്ചു. അയ്യോ, കാലിന് ചെയ്തിട്ട് എന്താ ശരീരം മൊത്തം ഡാമേജ് ആയി പറയില്ലേ ചേട്ടാ. വേദനിച്ചിട്ട് വയ്യ എനിക്കിരിക്കും. ആ മടി പിടിച്ചിട്ടൊന്നല്ല കേട്ടോ. എന്താ വെച്ചാൽ ഇവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പണിക്കാരും ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ പാടെ ചെയ്യുമ്പോൾ തിരക്കാവും കേട്ടോ. അത് കാരണമാണ് ഇത്. 2 ദിവസമായിട്ടേ ഞാൻ പോകാൻ തുടങ്ങി. 2-ാം തീയതി മുതലല്ലേ പോകാൻ തുടങ്ങി. 1-ാം തീയതി ഞാൻ പോയില്ല. 2-ാം തീയതി മുതൽ ഞാൻ പോകാൻ തുടങ്ങിയിട്ടാ. അപ്പം തുടങ്ങിയതാണ് ഇടുപ്പ് വേദന. കുറേ ആയിട്ട് ഇടുപ്പ് വേദന ഉണ്ട്. ഇനിയിപ്പോൾ ഇടുപ്പ് വേദനയ്ക്ക് ഡോക്ടറെ പോയി കാണണം. എല്ലാ പ്രാവശ്യം ഇങ്ങനെ ഇടുപ്പ് വേദന വരുമ്പോൾ ഞാൻ ഇഞ്ചക്ഷൻ വെക്കും കേട്ടോ. ഇപ്രാവശ്യം ഇഞ്ചക്ഷൻ വെക്കാൻ വന്നപ്പോൾ 6 മാസമായിട്ടില്ല ഞാൻ ഇഞ്ചക്ഷൻ വെച്ചിട്ട്. അപ്പോൾ അനിയേട്ടൻ ഇഞ്ചക്ഷൻ വെക്കാൻ പോകണ്ട പറഞ്ഞിട്ട് കൊണ്ടുപോകണില്ല. അതിന് വേറെ എന്തെങ്കിലും ചെയ്താൽ മതി, ഇഞ്ചക്ഷൻ വെക്കണ്ടെന്ന് പറഞ്ഞിട്ട്. ആരോ ഇങ്ങണ്ട ഇവിടെ നോക്കി പോകുന്നുണ്ട്. ഇങ്ങോട്ട് തന്നെ കാറിൽ രസം വെക്കട്ടെ. എന്താണെങ്കിലും കൂട്ടാരും ഇല്ല ചോറും ഇല്ല പറഞ്ഞ പോലെ നമ്മുടെ ഇവിടേക്ക് തന്നെ തോന്നുന്നുണ്ട്. വെളുത്തുള്ളി ഇവിടേക്ക് തന്നെ തോന്നണു. ഇവിടേക്ക് തന്നെ അതന്നെ. അതെ അയ്യോ അതെ സതിയേട്ടോ മുട്ടായി ഇതാ കൊടുക്കണം. അല്ല അതെ, ചാച്ചനൊരു പീസ് കൊടുക്കും. അമ്മ ഇപ്പൊ പോവാ.
പോവാ, കുറച്ച് കഴിഞ്ഞിട്ട് പോവാ. മുട്ടായി കൊടുത്തോ? മുട്ടായി അല്ലെങ്കിൽ അവര് വരുമ്പോഴേക്കും മുട്ടായി ഒന്നും കിട്ടില്ല. കവർന്ന് വേണ്ട പോക്കറ്റിട്ടോണ്ട് ഇപ്പുറത്തുണ്ട് മുന്നിലുണ്ട് ഇട്ടോണ്ട് ഇതൊന്നും നല്ല അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് നമ്മളെ കാണാൻ ചേച്ചി ഏട്ടനും വന്നിരുന്നു കേട്ടോ. അവർ കുറച്ച് നേരം ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ രസം വെക്കേണ്ട തിരക്കായിരുന്നു കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി വെച്ചു. ഇതാ മുട്ടക്ലോസും ക്യാരറ്റും പാടെ ഉപ്പേരിയായി കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു ചൊടി വേണമല്ലോ നമുക്ക്. ചൊടിക്ക് വേണ്ടിയിട്ട് ഇതാ പച്ചമുളക് കണ്ടില്ലേ, ഇതിൽ ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതാ വേവിച്ചിട്ട് ഇനി ഇതാ വെളിച്ചെണ്ണയിൽ ഇട്ട് പപ്പടം കാച്ചിൻ്റെ എണ്ണ ഉണ്ട് കേട്ടോ. ആ എണ്ണയിൽ ഇട്ട് കൊടുക്കുക. അത് നല്ല ടേസ്റ്റാണ്. പിന്നെ അതാ പപ്പടം ഉണ്ട്, പിന്നെ മാങ്ങഞ്ചി അച്ചാറുണ്ട്, അതേപോലെ തന്നെ നാരങ്ങ അച്ചാറുണ്ട്, വടുവപ്പുളി നാരങ്ങ അച്ചാറുണ്ട്, 3 അച്ചാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് വഴി അന്വേഷിച്ച് കണ്ടുപിടിച്ച് വരിക കേട്ടോ ചെയ്തത്. നമ്മൾ ഇന്നാണ് പറഞ്ഞു വെച്ചാൽ ഫോൺ നോക്കിയതല്ലേ. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഒരു സുഖമില്ലാത്തൊരു ദിവസമായിരുന്നു. അപ്പോൾ ഫോണ് നോക്കിയില്ല കേട്ടോ. അതുകൊണ്ട് എന്തായി, അവർ തേടി പിടിച്ച് നമ്മുടെ അടുത്തേക്ക് വന്നൂലേ. ഭയങ്കര സന്തോഷം. നമ്മളെ ഫംഗ്ഷൻ്റെ ആ സമയത്ത് തിരക്കായിരിക്കില്ലേ, അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. തൊണ്ടവേദന അതന്നെ, ഒരാളല്ലെങ്കിൽ ഒരാൾ മക്കൾ എടുക്കണം കേട്ടോ. ഈ ചീനച്ചട്ടി നിങ്ങൾക്ക് കളഞ്ഞൂടെ എന്നൊക്കെ കുറേ കൂട്ടുകാർ ചോദിച്ചില്ലേ. നമ്മൾ അങ്ങനെ പഴയ സാധനങ്ങളൊന്നും കളയാൻ തോന്നുന്നില്ല കേട്ടോ. ഇത് എന്താണെന്ന് അറിയുമോ, ഈ ചട്ടിയോട് പ്രത്യേകിച്ച് ഒരു ഇഷ്ടം കൂടുതലുണ്ട് അല്ലേ. അതൊക്കെ ഇനി പുതിയ ചട്ടികളൊക്കെ ആയിട്ട് നല്ല കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് പാലക്കാട് പോകണമെന്ന് വിചാരിച്ചാണ്. വൈകുന്നേരം ആകുമ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് പോകണം കേട്ടോ. പാലക്കാട് നിന്ന് പോയിട്ട് വരണം. കുട്ടികൾക്ക് ഇനി നാളെ സ്കൂൾ തുറക്കല്ലേ. എൻ്റെ അമ്മ ആണെങ്കിലോ ലുലുക്ക് പോവുക പറഞ്ഞ് കുറേ ദിവസമായി പറയുന്നു. അവൾക്ക് എന്താണെന്നറിയില്ല. എനിക്ക് സത്യം പറയാച്ചാൽ അവിടെ പോയിട്ട് വലിയ പ്രത്യേകതയൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ അമ്മൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ കേട്ടോ ലുലു. അവള് ഇന്നത് വേണമെന്നൊന്നും പറഞ്ഞാൽ നിർബന്ധിക്കൊന്നും ചെയ്യില്ല കേട്ടോ. പക്ഷെ അത് കൂടെ അങ്ങനെ നടന്ന് ഇങ്ങനെ ഇതായിട്ട് വരും. നമ്മളാണോ എന്ന് വെച്ചാലോ നടക്കേണ്ട മടിക്ക് വേണ്ട. പിന്നെന്താ അവിടെ എക്സിബിഷൻ, സുകന്യയും സതിയേട്ടനും കുട്ടികളും പാടെ പോയിരിക്കുക കേട്ടോ. അവരുടെ വീട്ടിൽ നിന്ന് അവർ എക്സിബിഷൻ അതിന് പോയിരിക്കുകയാണ്. പിന്നെ മലമ്പുഴയും പോകണം പറഞ്ഞിട്ട് അവർ രാവിലെ പോയിരിക്കണു. അപ്പോൾ കുട്ടികൾക്ക് ഒന്നും കൂടി ഇതായി പോണ്ടേന്ന് വിചാരിച്ചിട്ട് അവരങ്ങനെ വീട്ടിൽ പോകുമ്പോൾ അവർ പോവാറുണ്ട് കേട്ടോ. ഞാനാണ് പിന്നെ വീട്ടിലേക്ക് പോവാറ്. നമ്മൾ പോണതൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാറില്ലേ. അപ്പം എന്തായാലും മക്കൾ പറഞ്ഞല്ലേ നമുക്ക് പോവാലേ. വണ്ടിയിൽ എണ്ണടിക്കാൻ ചിലവില്ലല്ലോ, ഒന്നും ചോദിക്കില്ല കേട്ടോ. അതാണ് ഏറ്റവും വലിയത്. കിച്ചുട്ടനാണ് എന്തെങ്കിലും വേണമെന്ന് പറയുള്ളൂ. മറ്റൊരു 2 പേരും ഒരു കാര്യം ചോദിക്കില്ല. നമ്മൾ അങ്ങോട്ട് വാങ്ങിക്കൊടുത്താൽ മാത്രമാണ് എന്നാ വേണോ അച്ചു. അമ്മൂനിങ്ങനെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അത് ബിരിയാണി പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ, നമ്മുടെ കുറച്ച് ഒരു ജ്യൂസി ബിരിയാണി പറയൂല്ലേ ഏട്ടാ. എന്താ അത് അങ്ങനെ പറയുന്നത്? ആ ചിക്കനിൽ കുറച്ചിങ്ങനെ മസാല ഇങ്ങനെ ഒഴുകിയ പോലെ ആ ബിരിയാണി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ അത് പറയും, അച്ഛ ബിരിയാണി കഴിക്കുക എന്നുള്ളത്. അപ്പം നമുക്കും എന്താ ഭയങ്കര സന്തോഷം കേട്ടോ. ചേച്ചിക്കും ഏട്ടനും ഭയങ്കര സന്തോഷം നമ്മളെ തേടി പിടിച്ച് വന്നതിലും അല്ലേ. കുറച്ച് നേരം നിന്നതിലും ഭക്ഷണം കഴിക്കാൻ കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ. അവർ പിന്നെ ഒരു 12:30 ആയപ്പോൾ 12:15 ആയപ്പോൾ അവർ ഇവിടെ നിന്ന് ഇറങ്ങി. അവർക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമായിരിക്കണം. ഇവിടെ ചാത്തപ്പന് ഒരു പരിചയപ്പെടില്ല അല്ലേ നമ്മളോട്. എല്ലാവർക്കും ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് അതാണ് കേട്ടോ. കാരണം നമ്മളെ കാണുമ്പോൾ ആർക്കും നമ്മളോടൊരു പരിചയക്കടോ ഒന്നും തോന്നില്ല. നമുക്കും തന്നെ നമ്മുടെ കുടുംബമായിട്ടാണ് എല്ലാവരെയും തോന്നുള്ളൂ. അതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഇപ്പോൾ പുറത്ത് പോയിട്ട് നമ്മളോട് ഒരാൾ സംസാരിക്കുകയാണോ എന്ന് വെച്ചാലും നമുക്ക് അവരോടും മതിയില്ലേ. ഇല്ലെങ്കിൽ ചോറട്ടെ, ചോറുണ്ണാറായി കേട്ടോ. നമുക്ക് ചോറുണ്ണണ്ടേ. അയ്യോ പാത്രം. അപ്പോൾ ഇന്നില്ലേ ഇങ്ങനെ ഈ രസവും പെട്ടെന്ന് ഉണ്ടാക്കുന്ന കറികളൊക്കെയാണ് പറഞ്ഞു വെച്ചാൽ ഒരു പിടിയും കൂടി നമ്മൾ ചോറ് അധികം കഴിക്കും കേട്ടോ. എന്നും നമ്മൾ ഈ സാമ്പാർ ഇതൊക്കെ ഉണ്ടാക്കണ പോലെ ഇല്ല,
പെട്ടെന്ന് ഉണ്ടാക്കുന്ന കറികൾക്ക് ഭയങ്കര ടേസ്റ്റാണ്, രസത്തിനൊക്കെ. എന്താ കഴിച്ചു? ഓ നല്ല മണമുണ്ടമ്മ, ചോറ് വേണമെന്ന്. ചോറ് തരാ. വലിയ പാത്രത്തിൽ വലിയ പാത്രം എന്താ ഇവന് വലിയ പാത്രത്തിൽ കൊടുക്കാറ് കേട്ടോ. രസം ഒഴിക്കട്ടെ കേട്ടോ. ചില സമയത്തില്ലേ ചെറിയ കുട്ടികളുടെ പോലെ ഇങ്ങനെ കൊണിയിട്ടാ, എനിക്കത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പപ്പടപ്രാന്തനാ. രാവിലെ ഗോതമ്പൂട്ട് കഴിച്ചുകൊണ്ട് ഈ വിശക്കുണ്ടാവും കേട്ടോ. എന്താ എടാ അച്ചാർ എടുത്തരാ. ഇഞ്ചിയല്ല, നാരങ്ങ അച്ചാറുണ്ട്, വേണോ? എനിക്കിഷ്ടം ഈ കടയത്തെ ഈ നാരങ്ങ അച്ചാർ. മാങ്ങഞ്ചീനിയാണ് കേട്ടോ, ഇഞ്ചി അച്ചാറല്ലേ ചോദിക്കുന്നത്. അതെ, പാത്രം ഇവിടെ വെച്ച്. അപ്പോഴേ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കട്ടെ കേട്ടോ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. തുണിയൊക്കെ തിരുമ്പിയിടാണ്ട്. ഇന്ന് തുണി തിരുമ്പലും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല, അതൊക്കെ ചെയ്യട്ടെ. അപ്പോൾ എന്നോട് വരുന്ന കാണുന്നവരൊക്കെ പറയും, പ്രസി എന്തിനാണ് ഡയറ്റ് എടുക്കുന്നത്? പ്രസി എന്താ? ഞാൻ ഡയറ്റ് എടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2-3 ദിവസമായിട്ടേ ഉള്ളൂ കേട്ടോ. മറ്റേ നിർത്തി. പ്രസി തടി തീരല്ല, വീഡിയോയിൽ കാണുന്ന പോലെ ഇല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. കാണുന്ന ചേച്ചിമാരൊക്കെ അതല്ലേട്ട് പറയാ, വീഡിയോയിൽ കാണുന്ന പോലെ. പിന്നെ നിങ്ങളുടെ ഇവിടെയൊക്കെ വന്ന് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര വലുപ്പമായി തോന്നുന്നുണ്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതാണല്ലോ എന്നുള്ളത്. അത് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ വലുതായിട്ട് തോന്നുന്നതാണ് കേട്ടോ. എന്നാലും എനിക്ക് ഡോക്ടർ പറഞ്ഞത് എന്താ, ഇനി എൻ്റെ 5 കിലോ കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് ഭക്ഷണം കഴിച്ച് നമ്മൾ കൺട്രോൾ ചെയ്ത് കുറച്ച് പോകാനാട്ടോ പറഞ്ഞു. ഒറ്റയടിക്ക് ഭക്ഷണം നിർത്തിയിട്ട് തടി കുറയ്ക്കുക പറയുന്നത് അപകടമാണ്. വേറെ എന്തെങ്കിലും അസുഖങ്ങൾ നമുക്ക് വന്ന് വിട്ടുപോകുള്ളൂ. അപ്പോൾ ഞങ്ങൾ പോകട്ടെ, പോയിട്ട് പറ്റിയ വീഡിയോ എടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം. ഇന്ന് ഞായറാഴ്ചയല്ലേ, പൊതുവെ നല്ല തിരക്കായിരിക്കില്ലേ. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയ എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് നാളെ നമ്മുടെ വിശേഷങ്ങളായിട്ട് കാണാം കേട്ടോ.